എന്താണ് ആത്മീയത? തങ്ങളെക്കാൾ വലുതായ എന്തെങ്കിലും കണ്ടെത്താനോ സ്വന്തം മനസ്സിൻ്റെയും പ്രകൃതിയുടെയും ഉത്ഭവത്തെക്കുറിച്ച് അറിയാനോ ഉള്ള മനുഷ്യൻ്റെ ആന്തരിക അന്വേഷണമാണ് ആത്മീയത. ഇത് കേവലം ബാഹ്യമായ പൂജകളോ ആചാരങ്ങളോ അല്ല, മറിച്ച് സ്വന്തം ശരീരത്തിനും മനസ്സിനും അപ്പുറമുള്ള അദൃശ്യമായ ഒരു യാഥാർത്ഥ്യത്തെ അനുഭവിച്ചറിയാനുള്ള ശ്രമമാണ്. ആത്മീയതയുടെ ചില പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത്. സ്വയം കണ്ടെത്തൽ. താൻ ശരീരമോ മനസ്സോ മാത്രമല്ല, അതിനപ്പുറമുള്ള ബോധമാണെന്ന് തിരിച്ചറിയുന്നതാണ് ആത്മീയത. മതവും ആത്മീയതയും. മതം എന്നത് ചില പ്രത്യേക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ആത്മീയത ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഏത് മതവിശ്വാസിക്കും അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിക്കും സ്വന്തം മനസ്സിൻ്റെ സമാധാനത്തിനായി ആത്മീയത പിന്തുടരാവുന്നതാണ്. സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നു. ആത്മീയ ചിന്തകളും ധ്യാനവും പോലുള്ള പരിശീലനങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷവും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം. ഓരോരുത്തരുടെയും ആത്മീയതയിലേക്കുള്ള യാത്ര വ്യത്യസ്തമാണ്. സ്വന്തം ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. സ്വന്തം മനസ്സിനെ ശാന്തമാക്കാനും സമാധാനം കണ്ടെത്താനും ആത്മീയ ചിന്തകൾ ഏറെ ഗുണം ചെയ്യും. ഇതുപോലുള്ള വിവരങ്ങൾ അറിയുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം.